വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വം ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ. സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലിസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ 0% പണിക്കൂലിയിൽ സ്വർണം സ്വന്തമാക്കാം. അലിസൺ ഗോൾഡ് സൂക്ക്, AM മാർക്കറ്റ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ഭരണസ്തംഭനത്തിനും അഴിമതി ഭരണത്തിനുമെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി CPM. ഈ മാസം 10 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് ബഹുജന മാർച്ച് നടത്തുമെന്ന് CPM ഏരിയ നേതൃത്വം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതികൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന വിധം മുൻ പ്രസിഡന്റ് ഉന്നയിച്ച പരാതികൾ ഞെട്ടിക്കുന്നതും വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗവുമാണ്. 5 കോൺഗ്രസ് അംഗങ്ങൾ ഒപ്പിട്ട പരാതിയാണ് ജില്ലാ ആസൂത്രണ സമിതി അധ്യക്ഷൻ കൂടിയായ ജില്ലാ കളക്ടറുടെ മുമ്പിലുള്ളത്. ഇതിനു പുറമെ ഓംബുഡ്സ്മാന് മുൻപിൽ നൽകിയ പരാതിയിൽ അന്തിമവിധി വരാനിരിക്കുകയാണ്. DCC സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ 5 അംഗങ്ങൾ പരാതി നൽകിയത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ്. ജനങ്ങളുടെ ദീർഘകാലത്തെ ആഗ്രഹമായ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്റർ ഉൾപ്പെടെയുള്ള പല പ്രധാന പദ്ധതികളും ഇതോടെ തടസ്സപ്പെടാനിടയുണ്ട്. ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള വിഹിതവും ഭിന്നശേഷിക്കാരുടെ പദ്ധതിയും പ്രതിസന്ധിയിലായിരിക്കുന്നു. ഡയാലിസിസ് സെന്ററിന് വേണ്ടി പണം കണ്ടെത്താൻ MLAയുടെ നേതൃത്വത്തിൽ സപ്പോർട്ടിംഗ് കമ്മിറ്റി രൂപീകരിച്ച് പൊതുജനങ്ങളിൽ നിന്ന് പിരിവെടുക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് നീക്കിവെച്ച തുക ലഭ്യമാവാതിരിക്കാൻ പദ്ധതിക്കെതിരെ പരാതിയുമായി പോകുന്ന കോൺഗ്രസ് നേതാക്കൾ ഡയാലിസിസ് സെന്ററിനെ അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നത്. സപ്പോർട്ടിംഗ് കമ്മിറ്റിയുമായി ആത്മാർത്ഥമായി സഹകരിക്കുകയും സംഭാവന നൽകാൻ തയ്യാറാവുകയും ചെയ്ത ജനങ്ങളോടുള്ള കൊടിയ വഞ്ചനയും ക്രൂരതയുമാണിത്. ലീഗ്, കോൺഗ്രസ് നേതാക്കൾ പുലർത്തുന്ന മൗനം ദുരൂഹവും സംശയാസ്പദവുമാണെന്നും CPM ആരോപിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കേണ്ട 9 കോടിയുടെ വികസന പദ്ധതികൾക്കെതിരായ നിലപാടെടുത്ത കോൺഗ്രസ് നേതാക്കളുടെ വികസന വിരുദ്ധവും ജനവിരുദ്ധവുമായ നടപടിയെക്കുറിച്ച് കോൺഗ്രസ് ലീഗ് നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്നും നേതൃത്വം ആവശ്യപ്പെട്ടു. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി മുഴുവൻ പ്രതിസന്ധിയിലായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ പ്രതിസന്ധിക്ക് ഉത്തരവാദികളാവട്ടെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്ന UDFിലെ മെമ്പർമാർ തമ്മിലുള്ള പഠനപ്പിണക്കത്തിൻ്റെയും ചേരിപ്പോരിൻ്റെയും ഭാഗമായി ഉണ്ടായിരുന്നതാണ്. കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു പുതിയ സാഹചര്യം ഇവിടെ ഉടലെടുത്തിരിക്കുന്നു. 5 കോൺഗ്രസ് മെമ്പർമാർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതിക്കെതിരെ കലക്ടർക്ക്, DPCയുടെ ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർക്ക് പരാതി സമർപ്പിക്കുന്നു. തുടർന്ന് അതിൻ്റെ അടുത്ത പടി എന്നുള്ള രീതിയിൽ ഓംബുഡ്സ്മാന് പരാതി കൊടുക്കുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നിലവിലുള്ള പദ്ധതി നിർത്തിവെക്കണം എന്നാണ് അവരാവശ്യപ്പെട്ടിട്ടുള്ളത്. വലിയ ഭരണസ്തംഭനമാണ് ഇതിൻ്റെ ഭാഗമായി വണ്ടൂർ ബ്ലോക്കിനകത്തുണ്ടായിട്ടുള്ളത്. 6 ഗ്രാമപഞ്ചായത്തുകളിലായി താമസിക്കുന്ന 10,000-കണക്കിന് വരുന്ന ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. 6 ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ലഭിക്കേണ്ട വികസന പദ്ധതികൾ മുടങ്ങുന്നു. ആ വികസന പദ്ധതികൾ മാത്രമല്ല, ഇതിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ളൊരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. UDFിലെ മുസ്ലിം ലീഗും കോൺഗ്രസും ഈ വിഷയത്തിൽ ഇടപെട്ട് ഇതുവരെ ഒരഭിപ്രായം പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളത് അത്ഭുതകരമാണ്. കാരണം കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നേതൃത്വം അറിയാതെ ഇങ്ങനെയൊരു പരാതി കൊടുക്കാൻ സാധ്യതയില്ല. പരാതിക്കാരൻ, ഓംബുഡ്സ്മാനിൽ പരാതി നൽകിയ ആൾ കോൺഗ്രസിൻ്റെ ഒരു സാധാരണ പ്രവർത്തകനല്ല. അദ്ദേഹം DCCയുടെ സെക്രട്ടറി കൂടിയാണ്. DCC സെക്രട്ടറിയും അദ്ദേഹത്തോടൊപ്പം കോൺഗ്രസിൻ്റെ മുഴുവൻ മെമ്പർമാരും ചേർന്നുകൊണ്ട് പരാതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഇങ്ങനൊരു പരാതി പോകില്ല. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഇവർ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസോ കോൺഗ്രസിൻ്റെ മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കത്തിൻ്റെ ഭാഗമായിട്ട് സ്വന്തം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസന പദ്ധതികൾ തടസ്സപ്പെടുത്തുകയാണ് ഇവർ ചെയ്തത്. ഇതിൻ്റെ ഭാഗമായി വണ്ടൂരുകാർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ദീർഘകാലമായി ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന, അവരാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ്, അതിൻ്റെ പ്രവർത്തനം അവതാളത്തിലാകാൻ പോവുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നിലവിലുള്ള പദ്ധതിയിൽ 31 ലക്ഷം രൂപ ഡയാലിസിസ് യൂണിറ്റിനും 21 ലക്ഷം രൂപ അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ തെറാപ്പി സെൻ്ററിനും വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. ഈ പണം ചെലവഴിക്കണമെന്നുണ്ടെങ്കിൽ ഓംബുഡ്സ്മാനിൽ നൽകിയ പരാതി അതിന് പ്രതിസന്ധിയാണ്, പ്രതിബന്ധമാണ്. അപ്പോൾ ഫലത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിക്ക് തുരങ്കം വെക്കാൻ നടത്തിയ ഗൂഢാലോചനയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. വാർത്താസമ്മേളനത്തിൽ CPM ഏരിയ സെക്രട്ടറി B. മുഹമ്മദ് റസാഖ്, ജില്ലാ കമ്മിറ്റി അംഗം ഷീന രാജൻ, MT അഹമ്മദ്, V. അർജുൻ എന്നിവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. 3ാം വാർഷിക തിളക്കത്തിൽ ഹയാ ഗോൾഡ് പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു.
ഓരോ 50,000 രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 75% ഡിസ്കൗണ്ട്. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ. ഹൃദയത്തിലേറ്റിയ വണ്ടൂരിന് നന്ദി. വണ്ടൂർ ബ്യൂട്ടി പാർക്കിന്റെ 1ാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയും. ഷോറൂം സന്ദർശിക്കൂ, സമ്മാനങ്ങൾ നേടൂ.